നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മണിമലയിൽ വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുനാളിന് ഈ മാസം 31-ന് കൊടിയേറും. ചരിത്രപ്രസിദ്ധമായ തിരുനാൾ പ്രദക്ഷിണം ജനുവരി 5-ന്. വിരമിച്ച പോലീസുകാർ കോട്ടയം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. തടഞ്ഞുവെച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്ന് ആവശ്യം. ശബരിമലയിൽ കേന്ദ്ര ഇടപെടൽ അനിവാര്യമെന്ന് PC ജോർജ്. ശബരിമലയോട് മുഖ്യമന്ത്രി ശത്രുത തീർക്കുകയാണെന്നും വിമർശനം. വാർത്തകൾ വിശദമായി. മണിമല ഹോളി മാഗി ഫൊറോന പള്ളിയിൽ വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുനാളിന് ഡിസംബർ 31-ന് കൊടിയേറും. അന്നേ ദിവസം വൈകുന്നേരം 4:30-ക്കാണ് കൊടിയേറ്റ്. ജനുവരി 5-ന് ചരിത്രപ്രസിദ്ധമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും. ചരിത്രപ്രസിദ്ധവും തീർത്ഥാടന കേന്ദ്രവുമായ മണിമല ഹോളി മാഗി ഫൊറോന പള്ളിയിൽ വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുനാളിന് ഡിസംബർ 31-ന് കൊടിയേറും. വൈകുന്നേരം 4:30-നാണ് കൊടിയേറ്റ്. ജനുവരി 5-ന് വൈകിട്ട് 7 മണിക്ക് കറിക്കാട്ടൂർ കപ്പേളയിൽ നിന്ന് ആരംഭിക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ 10,000 പങ്കുചേരും. ആയിരക്കണക്കിന് മുത്തുക്കടകളേന്തിയ വിശ്വാസികൾ വിശുദ്ധരുടെ മധ്യസ്ഥ യാചിച്ച് പ്രദക്ഷിണത്തിൽ പങ്കുചേരും. 6-ാം തീയതിയാണ് പ്രധാന തിരുനാൾ. രാവിലെ 10 മണിക്ക് റാസ കുർബാനയും പിന്നീട് വിവിധ സമയങ്ങളിൽ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. 7-ാം തീയതി ഇടവക തിരുനാൾ ദിനത്തിൽ വൈകിട്ട് 6:30-ന് കൊടിയിറക്കുമെന്നും പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ 3 സ്കൂളുകളുണ്ട്. ഒരു ലിറ്റിൽ ഫ്ലവർ സ്കൂളുണ്ട്, സെന്റ് ജോർജ് ഹൈസ്കൂളുണ്ട്, പിന്നെ അതുപോലെ തന്നെ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അപ്പൊ ഇത് 3 ഇടവകയുടെ സ്കൂളുകളാണ്. അപ്പൊ ഇതിലെ ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ അതിന്റെ 75ാമത് വാർഷികമാണ് ഈ അടുത്ത വർഷം വരുന്നത്, പ്ലാറ്റിനം ജൂബിലി. അപ്പോൾ ആ ജൂബിലിയുടെ ആഘോഷം കൂടി അതിന്റെ ആരംഭിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ഞങ്ങൾ ഈ ജനുവരി 5-ാം തീയതി രാവിലെ 10:30-ക്ക് ഹോളി മാഗി ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു താന്നിയത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ മാർട്ടിൻ ഇലക്കാട്ട്, TJ എബ്രഹാം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. തടഞ്ഞുവെച്ചിരിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക, പോലീസ് ക്യാന്റീനിനെ GSTയിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. 2011 മുൻപ് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രം നിഷേധിക്കപ്പെട്ട പരിശീലന കാലം സർവീസായി പരിഗണിച്ചുകൊണ്ടുള്ള ഉത്തരവിലെ ആനുകൂല്യങ്ങൾ അനുവദിക്കുക, 9ാം ശമ്പള കമ്മീഷനിൽ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിഷേധിക്കപ്പെട്ട 4ാം ഗ്രേഡ് ആനുകൂല്യം അനുവദിക്കുക, മെഡിസിപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ 11 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. സമരം TK ഗോപി ഉദ്ഘാടനം ചെയ്തു. ബാക്കിയുള്ള DR കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളുടെ 2 ഗഡു കുടിശ്ശികയും അടക്കമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പൊതുവായി ബാധകമായ കാര്യമാണ്. അത് ഒന്നും അനുവദിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള വൈഷമ്യവും ഉള്ള ഒരു കാര്യമല്ല. എല്ലാവർക്കും അല്ല, ഇത് ഏതാനും കുറേ പേർക്ക് മാത്രം നൽകുന്ന. തീർച്ചയായും ഈ കാര്യങ്ങൾ ഗവൺമെൻറ് പരിഗണിച്ച് ഇത് എന്താണ് നമ്മുടെ മുന്നിൽ ഉള്ള പ്രശ്നം എന്നുള്ളതൊക്കെ പഠിച്ചിട്ട് അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറായി മുന്നോട്ട് വരണം എന്നാണ് പറയുവാനുള്ളത്. KG രാജൻ, PK തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണെന്ന് ജനപക്ഷം ചെയർമാൻ PC ജോർജ്. മണ്ഡലകാല തീർത്ഥാടനം അലങ്കോലമാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് PC ജോർജ് കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമലയിൽ കേന്ദ്ര ഇടപെടൽ അനിവാര്യമെന്ന് ജനപക്ഷം ചെയർമാൻ PC ജോർജ്. ശബരിമലയോട് പിണറായി വിജയൻ ശത്രുത തീർക്കുകയാണെന്നും PC ജോർജ് കോട്ടയത്ത് പറഞ്ഞു. മകരവിളക്ക് കാലത്തും ഭക്തർ മറിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ശബരിമലയുടെ പവിത്രത തകർത്ത് സ്ത്രീകളെ പ്രവേശിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ചെയ്തികളെ താൻ ഉൾപ്പെടെയുള്ളവരാണ് തടഞ്ഞ് പരാജയപ്പെടുത്തിയത്. അന്നു മുതൽ ശബരിമലയെ തകർക്കാനുള്ള അവസരം ഉപയോഗിക്കുകയാണോ പിണറായി വിജയൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും PC ജോർജ് പറഞ്ഞു. തീർത്ഥാടനം ഒരു വലിയ പരാജയമായി മാറി. ആ മണ്ഡലകാലം ഇന്ന് അവസാനിക്കുക, ഇന്ന് നടയണം. 30-ാം തീയതി വീണ്ടും നട തുറന്നാൽ അതോടെ മകര വിളക്കിന്റെ സീസൺ തുടങ്ങുക. അടുത്ത 20-ാം തീയതി, ജനുവരി 20. അപ്പൊ മണ്ഡലകാലത്ത് ഈ പരാജയമാണെങ്കിൽ മകരവിളക്ക് സീസണിൽ വരാൻ പോകുന്ന പരാജയം എത്ര വലുതാണെന്നുള്ളതാണ് എന്നെ ഭയപ്പെടുന്ന കാര്യം. ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ
ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ പമ്പയിൽ സമീപ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും MLA-മാരെയും ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി വിശദമായി ചർച്ച നടത്തി കമ്മിറ്റികൾ രൂപം കൊടുക്കുമായിരുന്നു. ആ കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന ശബരിമല സീസൺ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എത്രയോ വർഷം ഞാൻ ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ കേടായ വീൽചെയർ നന്നാക്കി ആം ആദ്മി പ്രവർത്തകർ. നന്നാക്കിയ ഉപകരണങ്ങൾ ആശുപത്രി വികസന സമിതിക്ക് കൈമാറി. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ നിസ്സാര കാരണങ്ങളാൽ ഉപേക്ഷിക്കപ്പെടുന്ന ആശുപത്രി ഉപകരണങ്ങൾ നന്നാക്കി ആം ആദ്മി പ്രവർത്തകർ. നന്നാക്കിയ ഉപകരണങ്ങൾ ജനറൽ ആശുപത്രി വികസന സമിതിക്ക് കൈമാറി. ഇതോടനുബന്ധിച്ച് നടന്ന യോഗം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശാന്തി ഉദ്ഘാടനം ചെയ്തു. 20ഓളം വീൽചെയറുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് ജില്ലാ ജനറൽ ആശുപത്രിയിൽ നശിപ്പിച്ചു കളയാനായി കൂട്ടിയിരുന്നത്. എന്നാൽ ഈ വിവരം ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടനിൽ നിന്നും മനസ്സിലാക്കിയ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇവ സ്വയം നന്നാക്കുകയായിരുന്നു. നന്നാക്കിയെടുത്ത ഉപകരണങ്ങളുടെ സമർപ്പണമാണ് നടന്നത്. ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ, ആം ആദ്മി പാർട്ടി പ്രവർത്തകരായ സന്തോഷ് കണ്ടൻചിറ, പ്രിൻസ് കിഷോർ, ജോസഫ് സെബാസ്റ്റ്യൻ തുടങ്ങിയവരും പങ്കെടുത്തു. നമ്മുടെ ജനറൽ ആശുപത്രിയിൽ ഏതാണ്ട് 20-25ഓളം വീൽ ചെയറുകളും ബെഡുകളും ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അത് മാറ്റപ്പെട്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് 1.5 വർഷക്കാലമായിട്ട് ഇതിവിടെ കിടക്കുകയായിരുന്നു. അടുത്ത സമയത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരകൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രിൻസ് കിഷോറിനെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 10-20 പേര് ഇവിടെ വന്ന് ഈ ചെയറുകളെല്ലാം അതിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് ഉപയോഗപ്രദമാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര. പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി ഭക്തർ വ്രതം അനുഷ്ഠിക്കുന്ന ദിനം. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനും അവിവാഹിതരായ യുവതികൾ ഉത്തമ വിവാഹം നടക്കാൻ വേണ്ടിയുമാണ് തിരുവാതിര വ്രതം എടുക്കുന്നത്. കേരളത്തിലെ ശിവപാർവതി പ്രധാനമായ ആഘോഷമാണ് ധനുമാസത്തിലെ തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ഈ ഉത്സവം. വ്രതങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവാതിര വ്രതം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഈ ദിവസം പരമശിവന്റെ പിറന്നാൾ ആയതുകൊണ്ടാണ് തിരുവാതിര ആഘോഷം നടത്തുന്നത്. കൂടാതെ ശിവപാർവതി വിവാഹം നടന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര ദിവസം എന്നും വിശ്വസിക്കുന്നു. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനു വേണ്ടിയും അവിവാഹിതരായ യുവതികൾ ഉത്തമ വിവാഹം നടക്കാൻ വേണ്ടിയുമാണ് തിരുവാതിര വ്രതം എടുക്കുന്നത്. തിരുവാതിരക്കളി, ഉറക്കമൊഴിപ്പ്, എട്ടങ്ങാടി വെച്ച് കഴിക്കൽ, പാതിര പൂജൂടൽ, ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകൾ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാഴൂർ ചാമമ്പതാലിൽ കാർ കടയ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായി. വാഹനത്തിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. വയനാട് കീഴ്പള്ളി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ കോന്നിയിലേക്ക് പോകും വഴിയായിരുന്നു അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാ ക്യാമ്പുകൾ ആരംഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ, 2D, 3D ആനിമേഷൻ നിർമ്മാണം ഇവയെല്ലാം ക്യാമ്പിൽ പരിശീലിപ്പിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളും സമ്പൂർണ്ണ ആനിമേഷൻ സിനിമ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളുമായി ഈ വർഷത്തെ ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ല ദ്വിദിന ക്യാമ്പുകൾ ജില്ലയിൽ ആരംഭിച്ചു. ഈ മാസം 31 വരെയായി 13 ഉപജില്ലകളിലായി 18 ക്യാമ്പുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ആനിമേഷൻ, പ്രോഗ്രാമിംഗ് എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിന്റെ ഉള്ളടക്കം. ആദ്യമായി ഈ വർഷം മുതലാണ് AI ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ആനിമേഷൻ വിഭാഗത്തിലെ കുട്ടികൾ ലഘുകഥകളെ അടിസ്ഥാനമാക്കി ഓപ്പൺ ടൂൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആനിമേഷൻ സിനിമകൾ തയ്യാറാക്കൽ, കെഡിയൻ ലൈവ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള വീഡിയോ എഡിറ്റിംഗ് ചെയ്യൽ, ത്രിമാന ആനിമേഷൻ സോഫ്റ്റ്വെയറായ ബ്ലെൻഡർ ഉപയോഗിച്ച് ആനിമേഷൻ ടൈറ്റിൽ തയ്യാറാക്കൽ എന്നീ പ്രവർത്തനങ്ങൾ ചെയ്യും. പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ പിക്ടോ ബ്ലാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഗെയിം നിർമ്മാണം, നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് എന്നിവ അടിസ്ഥാനമാക്കി മുഖം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന വാതിൽ, ഡ്രൈവർ ഉറങ്ങിയാൽ മുന്നറിയിപ്പ് നൽകുന്ന ഉപകരണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന തരംതിരിക്കൽ യന്ത്രം തുടങ്ങിയവ തയ്യാറാക്കും. പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയാണ് ക്യാമ്പിലെ മൊഡ്യൂൾ പരിശീലിപ്പിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന 143 ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിലായി 4217
അംഗങ്ങളാണ് ഉള്ളത്. സെപ്റ്റംബർ മാസത്തിൽ നടന്ന സ്കൂൾ തല ക്യാമ്പുകളിൽ നിന്നും പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത 1015 കുട്ടികളാണ് ഉപജില്ലാ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കൈറ്റ് തയ്യാറാക്കിയ മൊഡ്യൂൾ അടിസ്ഥാനമാക്കി 2 ദിവസത്തെ പ്രത്യേക പരിശീലനം നേടിയ കൈറ്റ് മാസ്റ്റർമാരും സ്കൂൾ IT കോർഡിനേറ്റർമാരുമായിരിക്കും. സബ് ജില്ലാ ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന കുട്ടികളെ ജില്ലാ ക്യാമ്പിലും തുടർന്ന് സംസ്ഥാന ക്യാമ്പിലും പങ്കെടുപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ആനിക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം 2 ദിവസം പിന്നിട്ടു. അജാമിള മോക്ഷം, പുരന്തരാനുഗ്രഹം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു. വൈകിട്ട് വേദിയിൽ തിരുവാതിരകളി നടന്നു. സർഫാസി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിർഭയ സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി. നിരവധി പേർ പങ്കാളികളായി. സർഫാസി നിയമം പിൻവലിക്കണമെന്നും ജപ്തി നടപടികൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കോട്ടയം കളക്ടറേറ്റ് കവാടത്തിൽ ധർണ നടത്തി. കോട്ടയം നിർഭയ സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെയും സർഫാസി വിരുദ്ധ ജനകീയ സമിതിയുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത്. മനുഷ്യാവകാശ പ്രവർത്തകൻ CS മുരളി സമരം ഉദ്ഘാടനം ചെയ്തു. ഗുപ്തനെ പോലെയുള്ള ആളുകളോട് അതേ നാണയത്തിൽ പറയാനുള്ള നാക്കിന് എല്ലില്ലാത്ത ആളുകളാണ് ഞങ്ങളെന്ന് കരുതേണ്ടതില്ല. പക്ഷെ ഗുപ്തനോടൊപ്പം തരം താഴാൻ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ തയ്യാറല്ല. വലിയൊരു ജനകീയ പ്രക്ഷോഭണത്തിന് നേതൃത്വം കൊടുക്കാനാണ് നിർഭയ സോഷ്യൽ വെൽഫെയർ അസോസിയേഷനും അതുപോലെ തന്നെ സർഫാസി വിരുദ്ധ ജനകീയ സമിതിയും കോട്ടയത്ത് കളക്ടറേറ്റിന് മുന്നിൽ ഒരു സമര പ്രഖ്യാപനം നടത്താൻ ശ്രമിക്കുന്നത്. CJ തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ S അശ്വതി അധ്യക്ഷയായി. IR സദാനന്ദൻ, VC സുനിൽ, സജി നാഗമ്പട തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദയ പാലിയേറ്റീവ് കെയർ ഭിന്നശേഷി സൗഹൃദ സംഗമം നടത്തി. വിവിധ ജില്ലകളിൽ നിന്നായി 150ഓളം ഭിന്നശേഷിക്കാർ പങ്കെടുത്തു. പാല കുറുമണ്ണി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ദയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭിന്നശേഷി സൗഹൃദ സംഗമവും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും നടത്തി. ദയാ ചെയർമാൻ PM ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ഉദ്ഘാടനം ചെയ്തു. ദയാ രക്ഷാധികാരി ഫാദർ അഗസ്റ്റിൻ പീടികമലയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദയാ ട്രഷറർ ഡോക്ടർ PT ബാബുരാജ് ക്രിസ്തുമസ് സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിറ്റോ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ജേക്കബ്, അലക്സ് ടി മാത്യു, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സണ്ണി മാത്യു, അംബിക വിദ്യാഭവൻ അഡ്മിനിസ്ട്രേറ്റർ ബിജു കൊല്ലപ്പള്ളി, ബിജോയ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ 150ൽ പരം ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ കിറ്റുകളും വാക്കർ, വീൽചെയർ, ക്രച്ചസ്, എയർ ബെഡുകൾ എന്നിവയും സൗജന്യമായി വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്. കേരള കാർഷിക സർവകലാശാലയിലെ ലാൻഡ്സ്കേപ്പിംഗിൽ ഓൺലൈൻ പരിശീലന പരിപാടിയുടെ പുതിയ ബാച്ച് 11-ന് ആരംഭിക്കും. കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് കോഴ്സ് കൈകാര്യം ചെയ്യുന്നത്. താൽപ്പര്യമുള്ളവർ 10-നകം രജിസ്റ്റർ ചെയ്യണം. 22 ദിവസമാണ് കോഴ്സ്. 10 സെക്ഷനുകളായി തയ്യാറാക്കിയ കോഴ്സ് KAUMOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താം. ഫൈനൽ പരീക്ഷ പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. വെബ്സൈറ്റ് www.claku.in എന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് താൽപ്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിൽ നിന്ന് പാറ്റേൺ CBCS പദ്ധതി പ്രകാരം വായ്പ എടുത്ത് ദീർഘകാലമായി കുടിശ്ശിക വരുത്തിയിട്ടുള്ള കോട്ടയം ജില്ലയിലെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിബന്ധനകൾക്ക് വിധേയമായി പലിശ, പിഴപ്പലിശ ഇളവുകളോടെ ഡിസംബർ 30 വരെ കുടിശ്ശിക തീർപ്പാക്കാം. വിശദവിവരത്തിന് ഫോൺ 048125600586. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിമലയിൽ വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുനാളിന് ഈ മാസം 31-ന് കൊടിയേറും. ചരിത്രപ്രസിദ്ധമായ തിരുനാൾ പ്രദക്ഷിണം ജനുവരി 5-ന്. വിരമിച്ച പോലീസുകാർ കോട്ടയം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. തടഞ്ഞുവെച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്ന് ആവശ്യം. ശബരിമലയിൽ കേന്ദ്ര ഇടപെടൽ അനിവാര്യമെന്ന് PC ജോർജ്. ശബരിമലയോട് മുഖ്യമന്ത്രി ശത്രുത തീർക്കുകയാണെന്നും വിമർശനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.